نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും സർവലോക രക്ഷിതാവുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി പകർത്തിയും പാലിച്ചും ജീവിക്കുവാനും എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം ക്രമപ്പെടുത്തുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയിലെ ഖുതുബ എന്ന് പറഞ്ഞ മർമ്മപ്രധാനമായ പ്രസക്തിയുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഏറെ കാലികവും ഏറെ സാഹചര്യവും അനുസരിച്ച് ജനങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ മാസങ്ങളിലും ചില ദിവസങ്ങളിലുമെല്ലാം ഇസ്ലാമിൻ്റെ മതവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ആചാരങ്ങളും ദിനങ്ങളുമെല്ലാം കടന്നു വരാറുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തിലെ മിമ്പറുകളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇസ്ലാമിൻ്റെ നിലപാടുകളും അതിലെ പാഠ്യഭാഗങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് ഖതീബിന്റെ ഉത്തരവാദിത്തമാണ്, ഖാദിയുടെ ഉത്തരവാദിത്തമാണ്. ഓരോ പുണ്യദിനങ്ങളിലും മുസ്ലിങ്ങൾ എങ്ങനെയാണ് പങ്കുകൊള്ളേണ്ടത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ വിശിഷ്ട ദിനങ്ങളും, ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ, അതുപോലെ ഓരോ സാഹചര്യങ്ങളിലും മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ ഇടപെടേണ്ട നിലപാടുകൾ, നമ്മുടെ കർമ്മ പദ്ധതികൾ എല്ലാം ജുമാ ദിവസങ്ങളിൽ പരാമർശിച്ച് നമ്മൾ വരാറുമുണ്ട്. മുഹറം മാസം വന്നാൽ
ഷാബാൻ വന്നാൽ, റമദാൻ വന്നാൽ, ദുൽഹിജ്ജ വന്നാൽ എല്ലാം തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ അതിനെ കൃത്യമായി വിശദീകരിക്കാറുമുണ്ട്. അറഫാ കുന്നിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ ഖുതുബയിൽ പ്രവാചകൻ പറഞ്ഞു, പ്രകാശപൂരിതമായ ഒരു പാതയിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ രാത്രി പകലിനേക്കാളും പ്രക്ഷോഭിതമാണ്. ഒരു സംശയവുമില്ലാത്ത വിധം ദീന് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഹലാലും ഹറാമും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്തരവാദിത്തങ്ങളും അമാനത്തുകളും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരാൾ മരിച്ചാൽ, ഒരു കുട്ടി ജനിച്ചാൽ, ആ കുട്ടി ഗർഭാശയത്തിൽ നിന്നാണ് മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവയവങ്ങൾ മുറിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ രോഗങ്ങളിൽ പടർന്നു വന്നിരിക്കുന്ന മാരകമായ വിപത്തുകൾ നമ്മളെ സമീപിച്ചാൽ, മഴയില്ലാതായാൽ, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ, ഇങ്ങനെ കണ്ട് എല്ലാ വിഷയങ്ങളും സർവ്വ മേഖലകളെ കൊള്ളിച്ചുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫത്വകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓരോന്നിൻ്റെ നന്മയും ഓരോന്നിൻ്റെ തിന്മയും അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ, എന്നാൽ ചില അഭിപ്രായങ്ങളിൽ ജനിച്ചു എന്ന് പറയുന്നതുമായ മാസമാണ് റബീഉൽ അവ്വൽ. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് റസൂലാണ്, നബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഓരോ നടത്തവും ഇരുത്തവും സംസാരവും അതുപോലെ പകർത്തിയെടുക്കാൻ സഹാബത്ത് കൂടെയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടത്. പ്രവാചകനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അനുസരിക്കാനും അദ്ദേഹത്തിൻ്റെ മരണത്തെ ഉൾക്കൊള്ളാനും ഒരുപാട് ഭാര്യമാരും മക്കളും സഹാബാക്കളും എല്ലാം ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രങ്ങളിൽ ആർക്കും തർക്കമില്ലാത്ത സത്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ പ്രത്യേക ദിനങ്ങളെക്കുറിച്ചും നമ്മൾ അറിയാവുന്ന ഭാഷയിൽ, ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, എന്നാൽ ഖുതുബയുടെ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട്, ഇസ്മിയും ഹംദും സ്വലാത്തും എല്ലാം പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട്, ഹദീസുകൾ ഉരുവിട്ടുകൊണ്ട്, അതിൻ്റെ വിശദീകരണമായ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുക ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്. ആ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുന്നത് ജനങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലായാൽ ജനങ്ങൾക്ക് ആ വിഷയത്തിൽ ബോധവാന്മാരാകാൻ അത് സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭങ്ങൾ വരുമ്പോഴും വളരെ വ്യവസ്ഥാപിതവും വളരെ ചിന്തനീയവുമായിട്ട് നമ്മൾ വിഷയങ്ങൾ ഖുതുബകളിലൂടെ മനസ്സിലാക്കാറുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അറബി ഭാഷയിൽ ഖുതുബ പറയുന്ന പള്ളികളുണ്ട് നമ്മുടെ നാടുകളിൽ. അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയുടെ ഏടുകൾ ഫയലുകൾ ചെയ്ത് ബൈൻഡുകൾ ചെയ്ത് കിതാബാക്കി അതേ ഖുതുബകൾ പാരായണം ചെയ്യുന്ന പള്ളികളാണ് നമ്മളെല്ലാവരും പോകാറുള്ള, കാണാറുള്ള, നമ്മുടെ സഹോദരങ്ങൾ പങ്കെടുക്കാറുള്ള പള്ളികൾ. അവിടെയും ഇതുപോലെ തന്നെ ദുൽഹിജ്ജ വന്നാൽ ദുൽഹിജ്ജയെ പറ്റിയാണ്, മുഹറം വന്നാൽ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തത്തുൽ ഖുതുബയിൽ മുഹറത്തിനെ പറ്റിയാണ്. റബീഉൽ അവ്വൽ വന്നാലോ അദ്ദേഹത്തിൻ്റെ 4 ഖുതുബകൾ, ജുമായിലെ 4 ഖുതുബകളിലും അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി തന്നെയാണ്, പ്രവാചകന്റെ മരണത്തെ പറ്റിയാണ് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഈ ഖുതുബയുടെ ഏടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 4 ഖുതുബയിലും അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ മരണവുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ ഖുതുബയിൽ മരണവുമായി ബന്ധപ്പെട്ട്, ജനനവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇന്ന് നമ്മുടെ നാട്ടിലെ മഹല്ലുകളിലെ പള്ളികളിലെ ഈ ഖുതുബയുടെ ഏട് തുറന്ന് ഉസ്താദിനോട് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ജന്മദിനവുമായി ബന്ധപ്പെട്ടൊരു പരാമർശം പോലും ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയിൽ ഇല്ല എന്നതാണ് വാസ്തവം. അല്ലാഹുവാണ് സാക്ഷി. സഹോദരങ്ങളെ, ഒന്നാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ, അറബി ഖുതുബയിൽ ആ ഏടിൽ വരുന്ന പരാമർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലുള്ളാഹിന്റെ സമയമെത്തിയപ്പോൾ അദ്ദേഹത്തിന് അവധി നീട്ടിക്കിട്ടിയില്ല എന്ന്. ആ അറബിയുടെ മലയാളം ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ റൂഹ് കൊണ്ടുപോകാൻ റബീഉൽ അവ്വലിലാണ് ദൈവദൂതന്മാർ റസൂലിനെ സമീപിച്ചതെന്നും അങ്ങനെ മനുഷ്യരുടെ റൂഹിനെ എടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്കുൽ മൗത്ത് റസൂലിനെ സമീപിച്ചത് ഈ മാസമാണെന്നും അങ്ങനെ മലക്കുകൾ റൂഹ് പിടിക്കുന്ന രംഗം റസൂലിന് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല എന്നും വേദന കടിച്ചിറക്കിയെന്നും റസൂൽ തേങ്ങിക്കൊണ്ടിരുന്നു എന്നും റസൂൽ ഒരുപാട് വിഷമിച്ചു എന്നും റസൂലിന്റെ കൈകാലുകൾ നീട്ടാനും ചുരുക്കാനും തുടങ്ങിയെന്നും മരണവേദനയുടെ ഭീകരതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം വിയർത്തു എന്നും അങ്ങനെ കണ്ടുനിന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞുവെന്നും ഈ വേദനയും പ്രയാസവും ഞങ്ങൾ ഏറ്റെടുക്കാമെന്നവർ പറഞ്ഞുപോയി എന്നും അങ്ങനെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അറബി ഖുതുബയിൽ ഈ പരാമർശങ്ങളൊക്കെയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ കൽപ്പിച്ചത് ആ ദൗത്യം മലക്കുകൾ നിർവഹിച്ചു എന്നും പറഞ്ഞു. എന്നിട്ട് അറബി ഖുതുബ ഓതുന്ന ഉസ്താദുമാർ ഖൗമിനോട്, മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ വേദനയുള്ള വരികളിലാണ് ആ കിതാബിലുള്ളത്. പക്ഷെ പറയുന്ന ആൾക്ക് അത് അദ്ദേഹം അറബിയിൽ പറയുന്നത് കൊണ്ടും ശ്രോതാക്കൾക്ക് മിക്കവാറും ആളുകൾക്ക് അറബി അറിയാത്തത് കൊണ്ടും എന്താണ് ആ വിഷയം പറഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകാറില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആളുകൾക്ക് അറബിയിലുള്ള ഒരു ഒച്ച പോലെ, ശബ്ദം പോലെ, സംസാരം പോലെ തോന്നുന്നു എന്നതല്ലാതെ ആ വിഷയത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ അറബിയിൽ പറഞ്ഞിട്ട് അടുത്ത ഖുതുബയുടെ അടുത്ത ഭാഗം എന്താണെന്നറിയും? തന്നിഷ്ടത്തിന്റെ അടിമകളെ, നാശത്തിന്റെ സുഹൃത്തുക്കളെ, നാളുകൾ എണ്ണപ്പെട്ടവരെ, മോഹങ്ങളുടെ ദാസന്മാരെ, പ്രവാചകന്മാരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ? ഖുതുബയാണ് കേട്ടോ അത്. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയാണ് ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. തന്നിഷ്ടക്കാരെ, വിവരമില്ലാത്തവരെ, നാശമേ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അതായത് ആ ആളുകൾ ഇതൊന്നും നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? റബീഉൽ അവ്വലിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വായിച്ചെടുത്താൽ ഞാൻ ഈ പറഞ്ഞ കാര്യമായിരിക്കും ഇവിടെ റെക്കോർഡുണ്ട് ഉണ്ടാവുക. ഇനിയോ റബീഉൽ അവ്വലിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ കയറി കിതാബ് എടുക്കുന്നു, വായിക്കുന്നു, അയ്യുഹന്നാസ് എന്ന് വിളിച്ച് റസൂലുള്ളാഹിന്റെ മരണം വിവരിക്കുകയാണ് രണ്ടാം ഖുതുബയിൽ. എന്നിട്ട് ഖതീബ് പറയുകയാണ്, മരണം തടുക്കാൻ ജന്മനായുള്ള മഹത്വം കൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ, റസൂലുള്ളാഹിക്ക് സ്വന്തമായി അങ്ങനെ ഒരു കഴിവില്ല എന്ന് അവിടെ പറയുകയാണ്. അത് മഹത്തായ സ്ഥാനം കൊണ്ട് വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ, ആപത്തുകൾ തടുക്കുവാൻ സുന്ദരമായ മുഖം പ്രയോജനപ്പെടുമായിരുന്നെങ്കിൽ, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഒത്തുചേർന്ന മഹത്വ സമ്പൂർണനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക. രണ്ടാമത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂലിനെ മലക്കുകൾ വലയം ചെയ്തുവെന്നും ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ വന്നു എന്നും റസൂലിനെ മോചിപ്പിക്കാൻ ഒരു സൃഷ്ടിക്കും കഴിയാതെ വന്നു എന്നും അവസാനം റസൂലിന്റെ ആത്മാവ് തൊണ്ടക്കുടിയിൽ എത്തിയപ്പോൾ റസൂലുള്ള ചക്രശ്വാസം വലിച്ചുകൊണ്ട് മരണത്തിന്റെ പിടിയിൽ അമർന്ന റസൂല് വലത് കാൽ നീട്ടുകയും ഇടതുകാൽ ചുരുട്ടുകയും ചെയ്തുകൊണ്ട് ആവർത്തിച്ച് അവയവങ്ങൾ വേദന കൊണ്ട് പൊളഞ്ഞുപോയി എന്നൊക്കെയാണ് ഖുതുബയിൽ ഖതീബ് വായിക്കുന്നത്. ആ സമയത്ത് മരണവുമായി മല്ലിടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നും മഹദി ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു കണ്ണീരോടെ ഫാത്തിമ പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നബിയെ, എന്തൊരു വേദനയാണ് വാപ്പ എന്ന് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. ഇതൊക്കെ വാസ്തവമാണ്. ഹദീത്തുകളിൽ കൃത്യമായി പരാമർശിച്ച സംഗതിയുമാണ്. ഇതൊന്നും കളവാണ് എന്നല്ല പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഉള്ളതാണ്. ആ സമയത്ത് റസൂൽ പറയുന്നുണ്ട്, പുന്നാര മകളെ ഫാത്തിമ, ബേജാറാവണ്ട, ഉപ്പയുടെ അവസാനത്തെ വേദനയാണിത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പാക്ക് പിന്നെ ഒരിക്കലും വേദനയില്ല. ഉപ്പാക്ക് ഇനി സുഖത്തിന്റെ കാലമാണ്. മയക്കമോ ഉറക്കമോ ഇല്ലാത്ത റബ്ബിലേക്ക് നിർഭയത്വം തേടാൻ വേണ്ടി പോകുകയാണ് ഞാൻ. റസൂൽ ഇത് പറയുമ്പോൾ പേരക്കുട്ടികളായ ഹസനും ഹുസൈനും പറഞ്ഞു, പ്രിയ ബാപ്പ, ഉപ്പാപ്പ എന്ന് വിളിച്ചു കരഞ്ഞു. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബുൽ ഖാസിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണരംഗം കണ്ണീരോടെ
വിശദീകരിക്കുന്നുണ്ട് ആ ഏടിൽ. ഈ വിവരങ്ങളൊക്കെ കണ്ണീരോടെ ആ കിതാബിലുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഖത്തീബ് വീണ്ടും വിളിക്കുന്നുണ്ട് ശ്രോതാക്കളെ. എന്താണ് കൂട്ടരെ നിങ്ങൾക്കൊരു ചൂടില്ലാത്തത്? ഒന്നും തിരിയാതെ ആളുകൾ ഇങ്ങനെ താഴ്ന്നിരിക്കുകയായിരിക്കും. പല ആളുകളും ആ ഭാഷ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇത്ര മനോഹരമായ ഖുത്ബയിൽ എന്താണ് പറഞ്ഞത് എന്ന് തിരിച്ചറിയാത്തവരുമാണ്. എന്നിട്ട് മലയാളത്തിൽ ഖുത്ബ പറയുന്ന നമ്മൾ പോലും കാണാറുണ്ട് പലപ്പോഴും പല ആളുകൾ ഉറങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ആ ഭാഷ അറിയാത്തൊരു ഭാഷയിൽ സംസാരിക്കുന്നിടത്ത് അശ്രദ്ധരായിരിക്കും പൂർണ്ണമായും ശ്രോതാക്കൾ. നമുക്കറിയാം, മുസ്ലിം സമുദായം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ സംസ്കാരം കൊണ്ടുപോകുന്നത്. എല്ലാ തിന്മകളിലും മുസ്ലിം നാമധാരികൾ പത്രത്തിലും മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും അതേപോലെ ഈ പറഞ്ഞ മെസ്സേജുകളിലും മുസ്ലിം നാമധാരികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അതാത് തിന്മകളുടെ, ഹറാമുകളുടെ, മ്ലേച്ഛമായ ഈ തിന്മകളെപ്പറ്റി കൃത്യമായി മിമ്പറുകൾ സംസാരിക്കാത്തത് കൊണ്ട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിചാരമോ വികാരമോ ഇല്ലാത്ത ഒരു വലിയ സമുദായം നമ്മുടെ കൂടെ ജീവിക്കുന്നത് വേദനയോടുകൂടി നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥനകഥകൾ, ഈ അദ്ദേഹത്തിന്റെ വിരഹകഥകൾ ഖുതുബയിൽ കേൾക്കുന്ന മനുഷ്യർക്ക് ആ പള്ളിയിലെ ഇതര മതക്കാരും ഇതര ആചാരക്കാരും അനുഷ്ഠിച്ചു വരുന്നത് പോലെ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്ന് അലങ്കരിച്ച സംവിധാനങ്ങളും പോസ്റ്ററുകളും കൊണ്ട് പറയുന്ന ഖുതുബ നബിദിനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പലപ്പോഴും ആളുകൾ വിചാരിക്കാറുള്ളത്. എന്നാൽ മൂന്നാമത്തെ ഖുതുബയിലാണ് എന്ത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഖുതുബ നബിയുടെ മരണവും മിമ്പറിൽ നിന്ന് മൂന്നാമതായി പറയുന്ന ഖുതുബയിൽ നബിയുടെ ജനനവുമായിട്ടാണ് ഇത് പലപ്പോഴും മാറ്റിമറിക്കാറുള്ളത്. അള്ളാഹു എല്ലാ ആളുകൾക്കും വിവേകവും അറിവും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്ര പ്രവാചകന്മാർ ജനിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുമായുള്ള വിശ്വാസം നമുക്കറിയാം ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ആചാരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നേ ജനിച്ചുപോയ മരിച്ചുപോയ പ്രവാചകന്മാരെ, അമ്പിയാക്കളെ അള്ളാഹുവിൻ്റെ റസൂലി എങ്ങനെയായിരുന്നു ഓർത്തതെന്നും എന്തൊക്കെയാണ് ആചരിച്ചതെന്നും കൃത്യമായി അവിടെ രേഖയുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ചു വീണ മക്കൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പ്രവാചകന്റെ ഭാര്യമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ മക്കൾ, ഇവരൊക്കെയും ജനിച്ചപ്പോൾ പ്രവാചകൻ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നതിന് രേഖയുണ്ടാകണം. അവിടെ ഒരു ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ആഘോഷിക്കുന്ന ആളുകൾ വരെ എന്താണ് പറയാറുള്ളത്? അതെല്ലാം ഹിജ്റ 300-ന് ശേഷം വന്നത്. നല്ല കാര്യമാണത്, നല്ല ബിദ്അത്താണത്. ബിദ്അത്ത് ആണെങ്കിൽ നല്ലതാക്കിക്കൊണ്ടത് ചെയ്യുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടില്ലെങ്കിൽ അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും ഹിജ്റ 300-ന് ശേഷം വന്ന കാര്യം ഹിജ്റ 300-ന് മുമ്പുള്ള ഖുർആനിലുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് ശേഷം തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഏറെ വൈപരീത്യവും ഏറെ വിരുദ്ധതയുമുള്ള വാദങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഹിജ്റ 300-ന് ശേഷം വന്ന സംഗതിക്ക് ഹിജ്റ 300-ന് മുമ്പുള്ള ഖുർആനിൽ തെളിവുണ്ടെന്നാണ്. അള്ളാഹു എല്ലാവർക്കും അറിവും വിവേകവും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച മാസമാണ് റബീഉൽ അവ്വൽ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞ ഒരു ആദർശ പുരുഷന്റെ വിയോഗം അന്നത്തെ മദീനയിൽ എങ്ങനെ കണ്ട് ആളുകളെ ഷോക്കടിപ്പിച്ചിരുന്നു, അവരെ എത്ര കണ്ട് തളർത്തിയിരുന്നു എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രവാചക സ്നേഹത്തെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുവർത്തിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ അനുസരിക്കാനാണ് ഏതു മനുഷ്യനും തയ്യാറാകുക. അയാളോടുള്ള സ്നേഹം, അയാളോടുള്ള അനുസരണയായിട്ടാണ് നമ്മൾ മാറാറുള്ളത്. അയാൾ എന്തു പറയുന്നു അത് ചെയ്യാൻ നമുക്ക് തിടുക്കമുണ്ടാകും. അതാ പറയുന്ന ആളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണെങ്കിൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ അനുസരിക്കുവിൻ. നിങ്ങൾ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അനുസരിക്കുവിൻ. എങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സ്നേഹിക്കും. ഫയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറ്റവും വലിയ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്.
കാരുണ്യവാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന സഹാബാക്കൾക്ക് ഒരിക്കലും തലവേദനയായിരുന്നില്ല. അവരെല്ലാം അനുസരിക്കാനും സ്നേഹിക്കാനും റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തിനും അവർ റെഡിയായിരുന്നു. ഓർമ്മയില്ലേ, ചില യുദ്ധങ്ങളിലെല്ലാം പ്രവാചകന്റെ കൂടെ അടരാടാൻ തങ്ങളുടെ കാൽവിരലുകൾക്ക് മുമ്പിൽ ഇങ്ങനെ നിവർന്നു നിന്ന് സെലക്ഷൻ കിട്ടാൻ വേണ്ടി മത്സരിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സൗർ ഗുഹയിൽ പ്രവാചകന് പരിക്ക് പറ്റരുതെന്ന് വിചാരിച്ച് അബൂബക്കർ സിദ്ദീഖ് കാണിച്ച തിടുക്കത്തെ ചരിത്രങ്ങളിൽ നമ്മൾ ഏറെ വായിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാനായി അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകനെ രക്ഷപ്പെടുത്താൻ റസൂലുള്ളാഹിന്റെ കട്ടിലിൽ പ്രവാചകന്റെ വിരിപ്പിനിടയിൽ പ്രവാചകൻ ഉറങ്ങുന്നത് പോലെ അലിയാർ തങ്ങൾ ഉറങ്ങിക്കിടക്കുകയും റസൂലുള്ളാഹിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രം അത്ഭുതത്തോടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം ആവേശത്തിൽ സ്നേഹിച്ചതിന്റെ ഫലമായിട്ടായിരുന്നില്ല. മറിച്ച് അവർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കറക്റ്റ് ചാണിന് ചാണായി നിഴല് പോലെ പിന്തുടരുകയും പ്രവാചകൻ ഏതൊക്കെ ഹറാമുകൾ ചെയ്തില്ലയോ അത് ഞങ്ങളും ചെയ്യില്ല എന്ന് തീരുമാനിച്ചവരായി. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏതൊക്കെ ആയത്തുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചുവോ അത് അതുപോലെ നെഞ്ചേറ്റിയവരായി. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതായിരുന്നു. പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഓർമ്മയുണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും. ഉമയ്യത്ത് ബിൻ ഹൽഫിന്റെ അടിമയായ ബിലാൽ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായിരുന്നു, പ്രവാചകന്റെ മുഅദ്ദിനായിരുന്നു അദ്ദേഹം. ബിലാലെ ലാത്തയെ ഒന്ന് പുകഴ്ത്തിയാൽ, ഹുബലിനെ ഒന്ന് പുകഴ്ത്തിയാൽ നിങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മക്കയിലുള്ള ഈ ബിലാൽ ഇബ്നു റബാഹയുടെ ഈ ഉമയ്യത്ത് എന്ന് പറഞ്ഞ ഭീകരനായ അദ്ദേഹത്തിന്റെ ഉടമയായിരുന്ന ഈ മനുഷ്യൻ വല്ലാതെ വേട്ടയാടി. പകൽ സമയങ്ങളിൽ മരുഭൂമിയിൽ കെട്ടിയിടുകയും രാത്രി സമയങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവസാനം കുട്ടികൾ ഈ ബിലാലിനെ കഴുത്തിൽ കയറിട്ട് കുടുക്കി കല്ലുകൾ നെഞ്ചത്ത് വെച്ച് വലിച്ചേച്ച് വേദനിപ്പിച്ച് അതൊന്ന് സമ്മതിച്ചു കൊടുത്താൽ ഞങ്ങൾ ഇത്ര തളലില്ലായിരുന്നു എന്ന് പറയാൻ മാത്രം അവര് തളർന്ന ചരിത്രവും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ബിലാലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സ്നേഹിച്ച സഹാബികളിൽ ചരിത്രങ്ങളിൽ വല്ലാതെ എഴുതപ്പെട്ടൊരു സഹാബിയാണ്. പ്രിയപ്പെട്ടവരെ, ഉമയ്യത്തും തൻ്റെ അടിമയും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധരംഗം മനസ്സിലാക്കണം. അന്നാണ് ബിലാൽ ഇബ്നു റബാഹ അന്ന് കല്ല് നെഞ്ചത്ത് വെച്ച് പീഡിപ്പിച്ച സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന വചനങ്ങൾ ഉരുവിട്ട ബിലാലിന്റെ വചനങ്ങൾ ഈ യുദ്ധമുഖത്ത് കേൾക്കുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. ഉമയ്യത്തിനെ തൻ്റെ കൂട്ടുകാരനാണ് എന്ത് ചെയ്തത്, ആ യുദ്ധമുഖത്തേക്ക് ബദറിലേക്ക് തള്ളിവിടുന്നത്. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹയും ഉമയ്യത്തും തമ്മിൽ നേർക്ക് നേരെ യുദ്ധം വരികയാണ്. താൻ ഏത് സമയത്തും ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുക്കൽ പോയി സുരക്ഷിതത്വം പ്രാപിച്ചു. ഉമയ്യത്ത് ആ സമയത്ത് ബിലാൽ വരുന്നുണ്ട്. ഉമയ്യത്തിനെ കൊണ്ട് ഉമയ്യത്ത് കീഴടങ്ങി എന്ന് വിചാരിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് അദ്ദേഹം അഭിനയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാൾത്തരപ്പിൽ തൊട്ടടുത്ത നിമിഷം വരെ നമ്മുടെ സഹാബാക്കൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ എന്ന് ബിലാൽ ഒച്ചയിട്ട് പറയുകയും താൻ മിടുക്കരായ കുറച്ച് ചെറുപ്പക്കാർ വന്ന് ഉമയ്യത്തിനെയും തൻ്റെ മകനെയും കൊന്നുകളയും ചെയ്ത ചരിത്രമുണ്ട്. ഈ ബിലാൽ ഇബ്നു റബാഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം, ആ വഫാത്തായ ദിവസം പ്രത്യേകം അനസ് ഇബ്നു മാലിക്കിനെ പോലെയുള്ള സഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മദീനയിലേക്ക് വന്ന അല്ലാഹുവിന്റെ റസൂല് മദീനയിലേക്ക് വന്ന അന്ന് മദീന പ്രകാശപൂരിതമായിരുന്നു എന്ന്. എന്നാൽ ഫലമ്മാ കാന യൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ല ഷൈ, അല്ലാഹുവിന്റെ റസൂല് ആ മദീനയിൽ നിന്ന് വിട പറഞ്ഞ അന്ന് മദീന അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലായി പോയി എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ ഞങ്ങൾ മണ്ണിട്ട് മൂടിയ സമയത്ത്, ആ മണ്ണിട്ട് മൂടിയപ്പോഴേക്കും ഞങ്ങളൊക്കെയും മറ്റെന്തോ ഒരു മാറ്റെന്തോ ആയിപ്പോയതുപോലെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ചതുപോയ പോലെ, അതുവരെ ഉണ്ടായിരുന്ന സൗഖ്യങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ, ആരോരുമില്ലാത്തവരായി നമുക്ക് തോന്നി എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. ഇനിയോ മറവ് ചെയ്ത് ജനാസ കഴിഞ്ഞ് പ്രവാചകന്റെ വീട്ടിലേക്ക്
തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് കടന്നു വന്ന സഹാബ ആ വൃന്ദത്തോട്, ആ കൂട്ടത്തിലെ മുന്നിൽ നിന്ന് അനസ് ബിൻ മാലിക്കിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ചോദിക്കുന്നുണ്ട്, യാ അനസ് കൈഫ സഖത് അൻഫുസുകും അൻ തഹ്സ തുറാബ അലാ റസൂലില്ലാ. അനസേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ മുകളിൽ മണ്ണിടാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു പ്രയാസമായിരുന്നു. പ്രവാചകന്റെ മരണപ്പെട്ട് കിടക്കുന്ന ജനാസ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമസ്കാരത്തിന് സമയമായി. സാധാരണ നമസ്കാരത്തിന് സമയം എത്തിക്കഴിഞ്ഞാൽ ഇഫ്തഹിൽ ബാബക യാ ബിലാൽ, ബിലാലെ വാതിൽ തുറന്ന് ബാങ്ക് കൊടുക്ക്, ആ ഉയരത്തിൽ കയറി നിന്ന് കല്ലിന്റെ മുകളിൽ കയറി നിന്ന് ബാങ്ക് കൊടുക്ക് എന്ന് പറഞ്ഞിരുന്ന റസൂലുള്ള മരണപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്താണ് എല്ലാവരും തീരുമാനിച്ചു, എല്ലാവരുടെയും നോട്ടം ബിലാൽ ബിൻ റബാഹയിലേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസയുണ്ട് അവിടെ. പ്രിയപ്പെട്ട ബിലാൽ ബിൻ റബാഹ എഴുന്നേറ്റ് നിന്ന് ബാങ്കുളി മുഴക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ തൊണ്ടകളിടറിക്കൊണ്ട് ബേജാറായ ബിലാൽ ബിൻ റബാഹ ബോധരഹിതനായി വീണു. ആ ബാങ്ക് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അടുത്ത വക്തെത്തി, എല്ലാവരും നിർബന്ധിച്ചു. അപ്പോഴേക്കും ഇസ്ലാമിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിരുന്ന അബൂബക്കർ സിദ്ദീഖിന് അതിനുള്ള പവർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദനായി നിശ്ചയിച്ച താങ്കൾ തന്നെ ബാങ്ക് കൊടുക്കണം. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ബാങ്ക് കൊടുത്തു. ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവർ, അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ ആ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ബോധരഹിതനായി വീണ്ടും വീണു. 3 ദിവസങ്ങളിലെ ദുഃഖ സന്ദർഭങ്ങൾ കഴിഞ്ഞ് 4ാമത്തെ ദിവസം തനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് തയ്യാറായി വന്ന ബിലാലിന് ബാങ്ക് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, അബൂബക്കറെ, ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. റസൂലുള്ള ഇല്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അബൂബക്കറെ. റസൂലുള്ള ഇല്ലാത്ത മദീനത്ത് ആ ബിലാലിന് പഴയതുപോലെ ഊർജ്ജം ലഭിക്കുന്നില്ല. സഹാബി, ആ സഹാബിയോട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, ആദ്യത്തെ ഖലീഫ, അദ്ദേഹം പറഞ്ഞു, ഇല്ല ബിലാൽ, താങ്കൾ പോകരുത്, താങ്കൾ പോകാൻ പാടില്ല, താങ്കൾ ഇവിടുത്തെ റസൂൽ നിയമിച്ച മുഅദ്ദിനാണ്. ആ സമയത്താണ് ബിലാൽ ബിൻ റബാഹ ചോദിക്കുന്നത്, അബൂബക്കറെ, എന്റെ മുകളിലേക്ക് ഏറ്റവും വലിയ ഉടമാവകാശം പറഞ്ഞ് താങ്കൾ എന്നെ തളച്ചു നിർത്താൻ പാടില്ല. അന്ന് ഫതഹാഇന്റെ മരുഭൂമിയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്നെ കൊല നടത്തിയ സന്ദർഭത്തിൽ അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചത് ഇതേപോലെ അടിമവേല ചെയ്യാനാണെങ്കിൽ അബൂബക്കറെ, താങ്കൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് കൈമലർത്തി. ബിലാൽ ബിൻ റബാഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ അബൂബക്കർ, ഇന്നി ലാ ഉഅദ്ദിനു മിൻ ബഅദി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത ഈ മദീനത്ത് എനിക്ക് ബാങ്ക് കൊടുക്കാൻ സാധ്യമല്ല അബൂബക്കറെ. അങ്ങനെ പിരിഞ്ഞുപോയി, നാട് വിട്ട് കളഞ്ഞു എന്നാണ്. റസൂലുള്ള മരണപ്പെട്ട മദീനത്ത് ജീവിക്കാൻ സാധിക്കാതെ ആ കറുകറുത്ത കാക്കക്കറുമ്പനായ ബിലാൽ ഷാമിന്റെ ഏതോ ഓരത്തേക്ക് താമസം മാറ്റി ജീവിച്ചു എന്നാണ്. അത്ര വരെ അവർക്ക് എഫക്ട് ചെയ്തു. ശേഷക്കാലം 10 വർഷത്തോളം കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖിന്റെ മരണശേഷം ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലം. ആ ഉമർ ബിൻ ഖത്താബ് സിറിയയിലേക്ക് കച്ചവട ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് ബിലാലിനെ കണ്ടുമുട്ടുകയാണ്. റസൂലുള്ളാഹിനെ ഓർമ്മ വന്നു. ഉമറിന്റെ തൊണ്ടകൾ ഇടറാൻ തുടങ്ങി. ഉമർ ചോദിച്ചു, അല്ലയോ ബിലാൽ, മദീനത്തേക്ക് വന്നൂടെ? റസൂലുള്ളാഹിന്റെ മിമ്പറുള്ള റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ബാങ്കുലിയുമായി നമുക്ക് തുടർന്നൂടെ? ബിലാലിന് ബേജാറായി. ബിലാൽ പറഞ്ഞു, ഇല്ല ഉമറെ, എന്നെ നിർബന്ധിക്കരുത്. റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്ത് ബിലാലിന് ഊർജ്ജസ്വലനായ ഒരു മുഅദ്ദിനാകാൻ ബിലാലിന് കഴിയില്ല. ഷാമിന്റെ സിറിയയിലെ പള്ളിയിൽ അടുത്ത ബാങ്കിന്റെ സന്ദർഭം എത്തിയപ്പോ ഖലീഫ ഉമർ നിർദ്ദേശിക്കുകയാണ്, ബിലാൽ, എങ്കിൽ താങ്കളുടെ ആ ഇടിമുഴക്കം പോലുള്ള ബാങ്ക് എനിക്ക് കേൾക്കണം. അടുത്ത ബാങ്കിന്റെ സമയമായാൽ താങ്കൾ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയമെത്തി. അതാ അല്ലാഹു അക്ബർ എന്ന ദിഗന്ധങ്ങൾ മുഴക്കുമാറും ഭേദിക്കുമാറുള്ള തക്ബീറിന്റെ മന്ത്രധ്വനികൾ സിറിയയുടെ ഷാമിന്റെ തെരുവോരങ്ങളിലും പട്ടണങ്ങളിലും പെയ്തിറങ്ങി. ആളുകളൊക്കെ ബേജാറായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നുവോ എന്ന് അവർ ചിന്തിച്ചു പോയി എന്നാണ്. ആ ബാങ്ക് കേട്ട് തുടങ്ങുമ്പോഴേ പിന്നിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് കരയാൻ തുടങ്ങി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഇടിമുഴക്കം പോലെ മക്കയിലും മദീനത്തും ബാങ്കുലി മുഴക്കിയ ബിലാലിന്റെ അതേ ബാങ്ക് ഉമർ ബിൻ ഖത്താബിനെ വല്ലാതെ വികാരം കൊള്ളിച്ചു. അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പോഴേക്കും ഇനി ബാങ്ക് കൊടുക്കണ്ട, ഇനി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ജീവനോടെ ഉണ്ട് എന്ന് എന്നോട്
ഉറപ്പിച്ചു പോകുമെന്ന് വർത്താനം പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. ആ സംസാരം കേൾക്കാൻ ബിലാൽ ബോധരഹിതനായിട്ടുണ്ടായില്ല എന്നാണ് ചരിത്രം. അപ്പോഴേക്കും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിലേക്ക് ബോധരഹിതനായി ബിലാൽ ഇബ്നു റബാഹ വീഴുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാ? 10 വർഷത്തിലധികം കഴിഞ്ഞ ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥ നബി സ്നേഹം. പ്രവാചകന്റെ മരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഹാബികളെ ഇത്ര കണ്ട് ബേജാറാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും എന്തായിരുന്നു? എല്ലാം വിട്ടെറിഞ്ഞവരായിരുന്നു. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡനം അനുഭവിച്ച സഹാബാക്കളാണ്. അവർ റസൂലുള്ളാഹിന്റെ ഈ പറഞ്ഞ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നില്ല. അവർ പ്രവാചകനെ ഓർത്തുകൊണ്ട് ദുഃഖസന്ദ്രമായ അന്തരീക്ഷത്തിൽ ജീവിക്കുകയായിരുന്നു, നാടുവിടുകയായിരുന്നു. അനസ് ബിൻ മാലിക്കും സഹാബിയും പോകുന്ന സന്ദർഭത്തിൽ ആയിഷ ബീവി കണ്ടുമുട്ടി. ആയിഷ ബീവി ചോദിച്ചു, എന്തേ അനസെ പഴയതുപോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ? ആരായിരുന്നു അനസ്? അള്ളാഹുവിന്റെ റസൂലിന് ചെറുപ്പത്തിലെ തന്റെ ഉമ്മ അനസിനെ റസൂലിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂലെ, ഖാദിമായി എന്റെ മോനെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അവനെ വളർത്തി ദീനിയാക്കി വളർത്തിയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വർഷങ്ങളോളം ജീവിച്ച അനസ് ബിൻ മാലിക് പറയുന്നത്, ഇന്നുവരെ എടാ അനസെ എന്നോ അല്ലെങ്കിൽ ശകാരത്തോടൊരു വാക്കെന്ന് പറയുന്ന റസൂലിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്ര സ്നേഹനിധിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അനസ് ബിൻ മാലിക് വല്ലാതെ ബേജാറായിട്ടുണ്ട്. അനസ് ബിൻ മാലിക്കിനോട് ചോദിക്കുന്നത്, എന്തെങ്കിലും വരാത്തത്? അനസിന്റെ മറുപടി എന്താണെന്നറിയാം? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട്. ആയിഷ ബീബിയോട് ചോദിച്ചു, ഉമ്മനോട് പറയാണ്, പ്രവാചകൻ ഇല്ലാത്ത വീട്ടിലേക്ക് ഞങ്ങൾ എന്തിനാ വരുന്നത്? ഞങ്ങൾക്കാവില്ല. അവർ നിർത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും പ്രിയപ്പെട്ട ആളുകളില്ലേ സ്നേഹനിധികളായ മാതാപിതാക്കൾ, അവരെ സ്നേഹതല്യം സ്നേഹിച്ചിരുന്ന സുഹൃത്തുക്കൾ, അവരുടെ മരണശേഷം പലപ്പോഴായി വരാറില്ല. ആ വരവ് ഇല്ലാതാവുകയാണ് പതിവ്. എന്നാൽ റസൂലുള്ളാഹിന്റെ എന്നും ആളുകളും മറുനാട്ടുകാരും നിറഞ്ഞു നിന്നിരുന്ന പ്രവാചകന്റെ ഹുജറകൾ ശാന്തമായി കാലിയാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അത് മാറുന്ന അവസ്ഥയിൽ ദുഃഖസാന്ദ്രമായ റബീഉൽ അവ്വലായിരുന്നു അവരെല്ലാവരും കണ്ടിരുന്നത്. അവർ നോമ്പ് നിൽക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഇവിടെയൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതല്ലേ എന്നതല്ല. നമുക്ക് ദീനിൽ ഒരു കാര്യം ഇസ്ലാമികമായി പുണ്യകരമായി നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവോ അവന്റെ റസൂലോ അവന്റെ സഹാബികളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോ മാതൃകകളായ സലഫുകളോ അത് നിർദ്ദേശിക്കുകയോ ചെയ്യുകയോ സമ്മതം കൊടുക്കുകയോ ചെയ്തതായിട്ടുള്ള ഒരു തെളിവ് ഉണ്ടാകുക എന്നതാണ് അതിൻ്റെ മാനദണ്ഡം. അതനുസരിച്ച് അത് നിർണയിക്കാൻ അള്ളാഹു എല്ലാ ഹിക്മത്തുകളും തെളിവുകളും ഹദീത്തുകളും എല്ലാം നമുക്കിവിടെ നിലനിർത്തി തന്നിട്ടുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ആ ദീനിൽ പറഞ്ഞത് ആചരിക്കുവാനും ആ ദീനിൽ തെളിവില്ലാത്ത ആശങ്കയുള്ള സംശയങ്ങളുള്ള ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ വസ്തുതകൾ എന്താണെന്ന് തിരിച്ചറിയാത്ത വിധം വാദപ്രതിവാദങ്ങൾ നടക്കുന്ന വിഷയങ്ങളെ മാറ്റി നിർത്തുക എന്നതാണ് ഏറ്റവും അഭികാമ്യമെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എത്ര കണ്ട് ദീനിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് നിലകൊള്ളാൻ എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിർദ്ദേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കേരളത്തിൽ, വിശേഷിച്ച് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ആഘോഷങ്ങൾ കടന്നു വരുന്ന മാസങ്ങളാണ് റബീഉൽ അവ്വലും ഓണവും. അതുപോലെ തന്നെ ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ ക്രിസ്മസും കടന്നു വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ആശങ്കയാണ്. പലപ്പോഴും ആളുകൾ മതിമറന്ന് എല്ലാം ഒന്നിച്ചാഘോഷിക്കുന്നിടത്തേക്ക് വല്ലാതെ കയറുകൊട്ടി സ്വതന്ത്രരായി നിൽക്കുന്നൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും എല്ലാം എല്ലാവരുടെയും ആഘോഷങ്ങൾ അവരെക്കാളും ആത്മാർത്ഥമായി, അവരെക്കാളും ചെലവഴിച്ചുകൊണ്ട്, അവരെക്കാളും ആസ്വദിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നുള്ള പ്രവാചകന്റെ വാക്ക് ഏറ്റവും അർത്ഥവത്താണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ മറ്റൊരു സമുദായത്തെ സാദൃശ്യം ചെയ്താൽ നമ്മൾ അവരിൽപ്പെട്ടവരായി. നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ആഘോഷങ്ങളിൽ വരെ
എത്ര കണ്ട് നിയന്ത്രണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് അനുവദിച്ചു തന്ന ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും എത്ര കണ്ട് നിയന്ത്രണ രേഖക്കുള്ളിലാണ് അത് ഒതുക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അവിടെയും പലതിനും എന്തില്ല, പെർമിഷൻ ഇല്ല. പല ആഘോഷത്തിനും അവിടെയും എന്തുണ്ട്, അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതര വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ അതിരുകൾ ഭേദിച്ച് അവിടെ ആസ്വദിച്ചും അടിച്ചു പൊളിച്ചും മുസ്ലിം സമുദായത്തിന്റെ പ്രതാപവും വ്യക്തിത്വത്തിന്റെ പ്രതാപവും നശിപ്പിച്ചുകൊണ്ട് ആടിത്തിമിർന്ന് ആളുകൾ എന്ത് ചെയ്യാണ്, അതിനെ ആ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ നശിപ്പിക്കുകയാണ്. അവിടെയൊക്കെയും പങ്കുകൊള്ളുന്നവരിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരുണ്ട്, ഇണകളുണ്ട്. അവിടെയൊക്കെയും അരുതെന്ന് പറയാൻ അതൊരു വിദ്വേഷമല്ല, അതൊരു വർഗീയതയല്ല, വിഭാഗീയതയല്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്നത് നമുക്ക് അനുവദിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ്. നമുക്ക് അനുവദിക്കാത്തതും ഇതുപോലെ തന്നെ മറ്റുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളിൽ അംഗത്വം എടുത്തുകൊണ്ട് ആസ്വദിക്കാനും, അതെന്തല്ല നമ്മുടെ കൂട്ടുകാരനായ പ്രിയപ്പെട്ടവരായ തൊട്ടടുത്തുള്ള സമുദായക്കാർ, ഹൈന്ദവരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ, അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്, അവരോട് നമ്മൾ സഹായിക്കേണ്ടതുണ്ട്, എല്ലാ നിലക്കും സഹകരിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർ പോലും നമ്മളോട് സഹകരിക്കാറില്ല. ഒരു റമദാൻ വന്നാൽ അവരിതുപോലെ ഇങ്ങനെ വേഷം കെട്ടി നമ്മളുടെ ആദർശത്തെ പരിഹസിക്കാറില്ല. നമ്മളാണ് അവരെ പരിഹസിക്കാറുള്ളത്. അവർ ആഘോഷിക്കേണ്ടടുത്ത് അവർക്ക് സ്പേസ് കൊടുക്കാതെ നമ്മളാണ് ആഘോഷിക്കാറുള്ളത്. അവർ വാങ്ങേണ്ട പലതും നമ്മൾ വാങ്ങി തീർക്കുകയാണ്, അവരാചരിക്കേണ്ട പലതും നമ്മൾ ആചരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ ആചരിക്കുന്ന നമ്മളുടെ ആരാധനകൾ വർദ്ധിച്ചു വരുന്ന മാസങ്ങളിൽ നമ്മളുടെ ആരാധനാ ചൈതന്യത്തെ അവർ വിലക്ക് വാങ്ങാറില്ല. അവരതിൽ മാന്യന്മാരാണ്. അവരുടെ ആ ഒരു നിലപാടെങ്കിലും മാതൃകയാക്കാൻ മുസ്ലിം സമുദായമേ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വിഭാഗീയതയ്ക്ക് ഒരു വിഷയം വരുന്നില്ല. അവരെല്ലാവരും ഒന്നാണ്, എല്ലാവരും ആദമിന്റെ മക്കളാണ്. അവരിൽ ആദർശം കൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, പല തട്ടുകളിലായിരിക്കും. നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഹറാമുകൾ എടുത്തു നോക്കിയാൽ പല തട്ടിലാണ്, വിദാത്തുകൾ എടുത്തു നോക്കിയാൽ പല തട്ടിലാണ്, ആചാര അനുഷ്ഠാന മര്യാദകൾ സ്വഭാവങ്ങൾ നോക്കിയാൽ പല തട്ടിലാണ്, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ നോക്കിയാൽ പല തട്ടിലാണ്. അതുപോലെ വിശ്വാസങ്ങളിൽ പല വിഭാഗങ്ങളായി മാറി നിൽക്കുന്നു എന്നതൊഴിച്ചാൽ ഏതൊരു മനുഷ്യന്റെ പച്ചക്കറിലുള്ള ഏതൊരു ജീവിയെയും കാരുണ്യത്തോടു കൂടി സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന മതമാണ് നമ്മുടെ ദീൻ. അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ആ പ്രവാചകന്റെ സ്മരണകൾ നിലനിർത്തി എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ആളുകൾക്ക് ബാക്കിയുള്ളത് ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് ആ റസൂലുള്ള പഠിപ്പിച്ചു കൊണ്ടുവന്ന നിലപാടുകൾ തിരുത്തി ഏറ്റവും നല്ല രൂപത്തിൽ മാതൃകയാക്കി നമുക്ക് കാണിച്ചു തന്ന ആദർശങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ്. നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ എടുത്തു നോക്കിയാൽ, ഉപ്പാവമാരെയും ഉമ്മാവമാരെയും എടുത്തു നോക്കിയാൽ അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു സുബഹിലും മഗ്‌രിബിലും ഒക്കെ. ഇന്നത് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ പല മര്യാദകളും അവർ തുമ്മിയാൽ ചൊല്ലാറുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാറുണ്ടായിരുന്നു, വാതിലടക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാറുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ വീട്ടിലില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ കൊണ്ടുവന്ന ഒരു 50 ഹദീസെങ്കിലും, ഒരു 50 തിരുത്തെങ്കിലും ഈ മാസത്തിൽ തിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന ഏറ്റവും നല്ല ഉത്തമ സമുദായമായി മാറാനാണ് നമ്മളിവിടെ മത്സരിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള ആഘോഷങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്ക് സ്നേഹബുദ്ധിയ നല്ല രൂപത്തിൽ ആരോടും കാർക്കശ്യത്തോടെയോ തർക്കത്തോടെയോ സംസാരിക്കാതെ മാതൃകാപരമായി മര്യാദയിൽ നസീഹത്തോടുകൂടി ഉപദേശിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും നന്മകളിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ശിഫയും ആശ്വാസവും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി മാറ്റി തരുമാറാവട്ടെ. പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമായി മാറുന്ന മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ തീർത്തു തരുമാറാവട്ടെ. നമ്മുടെ മാനസികമായ അസ്വസ്ഥതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلما وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد